നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശുവിനെ വിധിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന് 11 മുതൽ 26 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. എന്നാൽ യേശു നാടുവാഴിയുടെ മുൻപാകെ നിന്നു. നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് നാടുവാഴി ചോദിച്ചു. ഞാനാകുന്നു എന്ന് യേശു അവനോട് പറഞ്ഞു. മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും കുറ്റം ചുമത്തുകയിൽ അവനൊന്നും ഉത്തരം പറഞ്ഞില്ല. പീലാത്തോസ് അവനോട്, ഇവർ നിന്റെ നേരെ എന്തെല്ലാം സാക്ഷ്യം പറയുന്നു എന്ന് കേൾക്കുന്നില്ലയോ എന്ന് ചോദിച്ചു. അവൻ ഒരു വാക്കിന് ഉത്തരം പറയായികയാൽ നാടുവാഴി അത്യന്തം ആശ്ചര്യപ്പെട്ടു. എന്നാൽ ഉത്സവ സമയത്ത് പുരുഷാരം ഇച്ഛിക്കുന്ന ഒരു തടവുകാരനെ നാടുവാഴി വിട്ടയക്കുക പതിവായിരുന്നു. അന്ന് ബർബാസ് എന്ന സ്തുതിപ്പെട്ട ഒരു തടവുകാരൻ ഉണ്ടായിരുന്നു. അവർ കൂടി വന്നപ്പോൾ പീലാത്തോസ് അവരോട്, ബർബാസിനെയോ ക്രിസ്തു എന്ന് പറയുന്ന യേശുവിനെയോ ആരെ നിങ്ങൾക്ക് വിട്ടുതരണമെന്ന് ചോദിച്ചു. അവർ, അസൂയ കൊണ്ടാകുന്നു അവനെ ഏൽപ്പിച്ചത് എന്ന് അവൻ ഗ്രഹിച്ചിരുന്നു. അവൻ ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ അവൻ്റെ ഭാര്യ ആളയച്ച്, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്, അവൻ നിമിത്തം ഞാൻ ഇന്ന് സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചു എന്ന് പറയിച്ചു. എന്നാൽ ബർബാസിനെ ചോദിപ്പാനും യേശുവിനെ നശിപ്പിക്കുവാനും മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും മഹാപുരുഷാരത്തെ സമ്മതിപ്പിച്ചു. നാടുവാഴി അവരോട്, ഈ ഇരുവരിൽ ഏവനെ വിട്ടുതരണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന് ബർബാസിനെ എന്നവർ പറഞ്ഞു. പീലാത്തോസ് അവരോട്, എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചതിന് അവനെ ക്രൂശിക്കണം എന്നെല്ലാവരും പറഞ്ഞു. അവൻ ചെയ്ത ദോഷം എന്ത് എന്ന് അവൻ ചോദിച്ചു. അവനെ ക്രൂശിക്കണം എന്നവർ ഏറ്റവും നിലവിളിച്ചു പറഞ്ഞു. ആരവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലാത്തോസ് കണ്ടിട്ട് വെള്ളമെടുത്ത് പുരുഷാരം കാണുക കൈ കഴുകിയിട്ട്, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല, നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ ബർബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു. യേശുവിനെ ചമ്മട്ടിക്കൊണ്ട് അടുപ്പിച്ച് ക്രൂശിക്കേണ്ടതിന് ഏൽപ്പിച്ചു. കർത്താവായ യേശുക്രിസ്തുവിനെ പുലർച്ചയ്ക്ക് നാടുവാഴിയായ പീലാത്തോസിന്റെ മുമ്പാകെ അവർ കൊണ്ടുവന്നു. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ആണ് യേശുവിനെതിരെയുള്ള കുറ്റം ചുമത്തിയത്. പക്ഷേ യേശു ഒന്നും മറുപടി പറഞ്ഞില്ല. പീലാത്തോസ് യേശുവിനോട് പറഞ്ഞു, നീ അവർക്ക് മറുപടി കൊടുക്കുക, എന്തെല്ലാം കുറ്റങ്ങളാണ് അവർ പറയുന്നത്. യേശു ഒന്നും പറഞ്ഞില്ല. സ്വയരക്ഷയ്ക്ക് വേണ്ടി, മരണത്തിൽ നിന്ന് വിടുതൽ കിട്ടാൻ വേണ്ടി യേശു ഒന്നും പറഞ്ഞില്ല. കാരണം യേശു മരിക്കാനാണ് ലോകത്തിലേക്ക് വന്നത്. മനുഷ്യന്റെ നരകം അനുഭവിക്കാനാണ് ലോകത്തിലേക്ക് വന്നത്. മനുഷ്യന്റെ നരകം അനുഭവിച്ചാൽ മാത്രമേ മനുഷ്യന് വിടുതൽ ഉണ്ടാകൂ. അത് ദൈവത്തിന് നീതിയാണ്. അതിനാണ് യേശു ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ടാണ് യേശു മിണ്ടാതിരുന്നത്. യേശു മിണ്ടാതിരുന്നപ്പോൾ പീലാത്തോസ് ഒരു ബുദ്ധി പ്രയോഗിച്ചു. ഉത്സവം തോറും പെസഹ പെരുന്നാളിൻ്റെ സമയത്ത് ഒരു കുറ്റവാളിയെ വിടുവിക്കുന്ന ഒരു രീതി നാടുവാഴികൾക്കുണ്ട്. അന്ന് വിടുവിക്കപ്പെടേണ്ട അടുത്ത ആ ലിസ്റ്റിലുള്ളത് ഒരു കുപ്രസിദ്ധനായ കുറ്റവാളിയാണ്, ബർബാസ്. അവൻ പുറത്തിറങ്ങിയാൽ തീർച്ചയായിട്ടും അവരുടെ അമ്മ പെങ്ങന്മാർക്ക് അതൊക്കെ ഭീഷണിയാണ്. അവരുടെ ജീവനും സ്വത്തും ഒക്കെ അപകടത്തിലാവും. ഞാൻ ബർബാസിനെ വിട്ടയക്കണമോ അതോ യേശുവിനെയോ? യേശു ഇറങ്ങിയാൽ അവർക്ക് രോഗസൗഖ്യം ഉണ്ടാകും. തീർച്ചയായിട്ടും മരിച്ച ആളുകളെ ഉയർപ്പിക്കാൻ യേശുവിന് കഴിയും. ഇതൊക്കെ അവർ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമാണ്. പക്ഷെ അവർ വിചാരിക്കുന്നത് ഇതൊക്കെ പിശാചിൻ്റെ ശക്തി കൊണ്ടുള്ളതാണ് എന്നാണ്. അതുകൊണ്ട് അവർ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ പീലാത്തോസിനോട് പറയുക, ബർബാസ് മതി, ബർബാസ് മതി. മഹാപുരോഹിതന്മാരുടെ വാക്ക് കേട്ടിട്ട് ജനങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ബർബാസിനെ മതി. അപ്പോൾ യേശുവിനെ ഞാൻ എന്ത് ചെയ്യണം? അവർ പറഞ്ഞു, അവനെ കുരിശിക്കാം. അവൻ ചെയ്ത ദോഷമെന്ത് എന്ന് ആവർത്തിച്ച് ചോദിച്ചപ്പോഴും അവരുടെ മറുപടി കുരിശിക്കുക, കുരിശിക്കുക, കുരിശിക്കുക എന്നുള്ളതായി. ഇതിനിടെ പീലാത്തോസിന്റെ ഭാര്യ ആളയച്ചറിയിച്ചു, അവൻ നീതിമാനാണ്, ഞാൻ സ്വപ്നത്തിൽ ദൈവം എനിക്കത് മനസ്സിലാക്കിച്ച് തന്നു.
അതുകൊണ്ട് യേശുവിനെ രക്ഷിക്കാൻ പീലാത്തോസ് ആവത് ശ്രമിച്ചു. രക്ഷയില്ല വന്നപ്പോൾ അദ്ദേഹം ഒരു പാത്രം വെള്ളമെടുത്ത് കൈ കഴുകിയിട്ട് പറഞ്ഞു, ഈ നീതിമാൻ രക്തത്തെ എനിക്ക് കുറ്റമില്ല. ഇസ്രയേലിൽ ഒരു ഗ്രാമത്തിൽ ഒരാൾ മരിച്ചു കിടക്കുന്നത് രാവിലെ ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ മൂപ്പന്മാർ വന്നിട്ട് ഒരു ചുമന്ന പശുക്കിടാവിനെ കൊണ്ടുവരും. അടുത്തുള്ള ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് നിങ്ങൾ കൈ കഴുകി പശുക്കിടാവിൻ്റെ മേൽ വെള്ളമൊഴിക്കുക. ഈ പശുക്കിടാവ് യേശുവിനെയാണ് കാണിക്കുന്നത്. ഞങ്ങളുടെ കൈ ഈ നീതിമാന്റെ രക്തത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്നാണ് വെള്ളം ഒഴിക്കുന്നത് നിന്ന് അവരർത്ഥമാക്കുന്നത്. പക്ഷെ അത് കള്ളത്തരത്തിലാണെങ്കിൽ, ആരെങ്കിലും വ്യാജമായിട്ടാണെങ്കിൽ അവന് ശിക്ഷ ഉണ്ടാകും. ഇത് പീലാത്തോസ് കേട്ടിട്ടുണ്ട്. ഇങ്ങനൊരു വെള്ളം കൊണ്ട് കൈ കഴുകുന്ന ഏതോ ഒരു കാര്യമുണ്ടെന്ന് അദ്ദേഹം കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പീലാത്തോസ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞത്, കൈ കഴുകിയത്. പ്രിയപ്പെട്ടവരെ, ന്യായാധിപനായ പീലാത്തോസ് ന്യായമായിട്ട് വേണം ശിക്ഷിക്കാൻ. ഒരു കുറ്റവുമില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞ പീലാത്തോസ് അവനെ വിട്ടയക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ ഇതൊക്കെ സംഭവിക്കണം. ഒരു നീതിയും യേശുവിന് കിട്ടാൻ പാടില്ല. അവൻ്റെ താഴ്ചയിൽ അവൻ ന്യായം കിട്ടാതെ പോയി എന്ന് നമ്മൾ യെശയ്യാപ്രവചനം 53 വായിക്കുന്നുണ്ട്. കാരണം പാപിയായ മനുഷ്യനാണ് നീതി കിട്ടാതിരിക്കേണ്ടത്, പാപിയായ മനുഷ്യനാണ് രക്ഷിക്കപ്പെടേണ്ടത്, പാപിയായ മനുഷ്യനെയാണ് അവൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റാതെ അവൻ കൊല്ലപ്പെടേണ്ടത്. കാരണം അതാണ് പാപിയുടെ ശിക്ഷ. പാപിയുടെ സ്ഥാനത്ത് യേശു നമ്മുടെ ശിക്ഷ അനുഭവിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് യേശു ന്യായം കിട്ടാതെ പോയത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പകരം യേശു നരകം അനുഭവിക്കുകയായിരുന്നു, നമ്മുടെ ശിക്ഷ അനുഭവിക്കുകയായിരുന്നു, ശാപം അനുഭവിക്കുകയായിരുന്നു. അതാണ് രക്ഷാമാർഗം, അതാണ് ദൈവത്തിൻ്റെ നീതി. അതിലാശ്രയിക്കുന്ന ഏതൊരാളും ഒറ്റ നിമിഷം കൊണ്ട് സ്വാതന്ത്ര്യം പ്രാപിക്കുകയാണ്, നീതീകരണം പ്രാപിക്കുകയാണ്, സ്വർഗാവകാശിയായി തീരുകയാണ്. ഇതാണ് യേശു മൂലമുള്ള രക്ഷാമാർഗം. അതിന് പീലാത്തോസ് മഹാപുരോഹിതന്മാരും ജനവുമൊക്കെ നിമിത്തങ്ങളായെന്നേ ഉള്ളൂ. പിതാവായ ദൈവമാണ് യേശുവിനെ തകർത്തതെന്ന് യെശയ്യാ 53 പറയുന്നു. അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ദൈവമാണ് യേശുവിനെ യാഗമാക്കിയത്, നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി. യേശുവിനെ സ്നേഹിക്കാനിടയായാൽ, അല്ലെങ്കിൽ ഇതുപോലെ ത്യാഗത്തിന് തയ്യാറായ പിതാവിനെ സ്നേഹിക്കാൻ തയ്യാറായാൽ, തീർച്ചയായിട്ടും ഏതൊരു പാപിക്കും ഏതൊരാൾക്കും രക്ഷിക്കപ്പെടാം. ദൈവം അതിനേവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയേറെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.